പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും പരിപാലകനുമായ ദൈവമേ, അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരോടുള്ള ബഹുമാനത്തിനും ഭക്തിയിലും വളർന്നതിനുമായി തിരുനാളുകൾ കൊണ്ടാടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. പരിശുദ്ധ മദർ തെരേസായുടെ തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക ദയാപൂർവ്വം ആസ്വദിക്കണമേ. നിങ്ങളുടെ ആത്മീയവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് ഈ വിശുദ്ധയുടെ സുഹൃതങ്ങളും മാതൃകയും അനുകരിക്കാൻ ഈ തിരുനാൾ കാരണമാകട്ടെ. തിരുനാളിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ ജനങ്ങളെയും മറ്റു പ്രവർത്തകരെയും അവരുടെ കുടുംബങ്ങളെയും ഈ ഇടവകയെയും ഇവിടെ വരുന്ന വൈദികരെയും ഈ പ്രദേശത്തെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതികൂലമായ പല കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ, അഥവാ കോവിഡ് എന്ന മഹാമാരി കൂടിക്കൊണ്ടിരിക്കുന്നു, ശക്തമായ മഴ, എങ്കിലും എളിയ രീതിയിൽ എല്ലാ വർഷത്തെയും പോലെ ഈ തിരുനാൾ നമ്മളിന്ന് ആരംഭം കുറിക്കുകയാണ്. നമുക്കിന്ന് അതിഥിയായിട്ട് വന്നിരിക്കുന്നത്, അതിഥിയല്ല, നമ്മുടെ നല്ല അയൽക്കാരനാണ്. ഡി പോൾ ആശ്രമത്തിലെ ഫാദർ ജോസ്. അദ്ദേഹത്തിനെ നമുക്ക് ലഭിച്ചത് ഒത്തിരി നന്ദിയോടെ ഓർക്കാം. അദ്ദേഹം നമ്മുടെ ഈ വിശുദ്ധ കുർബാനയിലെ വചനപ്രഘോഷണം നടത്താൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവിടെ ആയിരിക്കുന്നത്. തേനിയിലുള്ള അവരുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തച്ഛൻ അവധിക്ക് പോകുന്നതിനാൽ അവിടെ ചാർജ് എടുക്കേണ്ടതാണ്. എങ്കിലും നമ്മൾ പറഞ്ഞതും സ്ഥിതിക്ക് ഇവിടെ നേരത്തെ തന്നെ വന്ന് നമ്മളോട് ആയിരിക്കുന്ന അച്ഛനെ പ്രത്യേകമായിട്ട് നന്ദിയോടെയും എല്ലാവരുടെയും പേരിൽ നന്ദിയോടെ നമുക്ക് കൈയടിച്ച് സ്വാഗതം ചെയ്യാം. ഇവിടെ ആയിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വരും ദിവസങ്ങളിലെ വൈകുന്നേരങ്ങളിലാണ് കുർബാന. 4 മണിക്ക് ജപമാല, 5:30 കുർബാന. കഴിവുള്ളവർ സംബന്ധിക്കുക. അടുത്ത ഞായറാഴ്ച 7 മണിക്ക് 9:30 കുർബാനയുണ്ട്. നമ്മൾ ഈ കുർബാനയും ജപമാലയൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ മദർ തെരേസായുടെ ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് വിശദീകരിക്കപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കറിയാം, ഒരു വലിയ പെരുന്നാൾ പോലെ ബാഹ്യമായ ആചരണങ്ങളൊന്നും ഇല്ല. ആധ്യാത്മികമായെങ്കിലും നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാൻ കിട്ടുന്ന അവസരം ശരിയായിട്ട് വിനിയോഗിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പ്രത്യേക പ്രതികൂല സാഹചര്യത്തിലും കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാം. സഹോദരരേ,
ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശുദ്ധനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. സർവശക്തനാം ദൈവമേ, പാദനാം അങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സ്വരൂപേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. ഞങ്ങൾ തൻ രക്ഷകനേശുവേ,
സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു താനേകന നാഥനും അങ്ങു മാത്രം പരമോന്നതൻ ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കുരിശിൽ കിടന്ന് ദാഹിക്കുന്ന അങ്ങേ പുത്രന്റെ സ്നേഹത്തിന് പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരോടുള്ള നിസ്തുല സ്നേഹത്തോടെ പ്രത്യുത്തരം നൽകുവാൻ കന്യകയായ വിശുദ്ധ തെരേസയെ അങ്ങ് വിളിച്ചുവല്ലോ. ഈ കന്യകയുടെ മാധ്യസ്ഥത്താൽ വേദനിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളിൽ ക്രിസ്തുവിനെ ദർശിച്ച് ശുശ്രൂഷിക്കുവാനുള്ള അനുഗ്രഹം വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് മോശ ജനങ്ങളോട് പറഞ്ഞു, ഇസ്രായേലേ, നിങ്ങൾ ജീവിക്കേണ്ടതിനും നിങ്ങൾ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തരുന്ന ദേശം കൈവശമാക്കേണ്ടതിനും ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന ചട്ടങ്ങളും കൽപ്പനകളും അനുസരിക്കുവിൻ. ഞാൻ നൽകുന്ന കൽപ്പനകളോട് ഒന്നും കൂട്ടിച്ചേർക്കുകയോ അതിൽ നിന്ന് എന്തെങ്കിലും എടുത്തു കളയുകയോ അരുത്. ഞാൻ നിങ്ങളെ അറിയിക്കുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. അവയനുസരിച്ച് പ്രവർത്തിക്കുവിൻ. എന്തെന്നാൽ അത് മറ്റു ജനതകളുടെ ദൃഷ്ടിയിൽ നിങ്ങളെ ജ്ഞാനികളും വിവേകികളുമാക്കും. അവർ ഈ കൽപ്പനകളെപ്പറ്റി കേൾക്കുമ്പോൾ മഹത്തായ ഈ ജനത ജ്ഞാനവും വിവേകവുമുള്ളവർ തന്നെ എന്ന് പറയും. നാം വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്ക് സമീപസ്ഥനായിരിക്കുന്നത് പോലെ ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏതു ശ്രേഷ്ഠ ജനതയാണുള്ളത്? ഞാൻ ഇന്ന് നിങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്ന നിയമസംഹിതയിലേതുപോലെ നീതിയുക്തമായ ചട്ടങ്ങളും നിയമങ്ങളും മറ്റേത് ശ്രേഷ്ഠ ജനതയ്ക്കാണുള്ളത്? കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ, പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പറഞ്ഞു പരത്തുകയോ ചെയ്യാത്തവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ, ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും. കർത്താവേ, അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും? രണ്ടാം വായന വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്ന്. എൻ്റെ വാത്സല സഹോദരരെ, ഉത്തമവും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്നും മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്നും വരുന്നു. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകാൻ അവിടുന്ന് തിരുമനസ്സായി. നിങ്ങളിൽ പാകിയിരിക്കുന്നതും നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ളതുമായ വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുവിൻ.
നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും ആയിരിക്കുവിൻ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധവും നിഷ്കളങ്കവുമായ ഭക്തി ഇതാണ്: അനാഥരുടെയും വിധവകളുടെയും ഞെരുക്കങ്ങളിൽ അവരുടെ സഹായത്തിനെത്തുക, ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തന്നെ കാത്തു സൂക്ഷിക്കുക. കർത്താവിൻ്റെ വചനം. അല്ലേലിയ, അല്ലേലിയ. തൻ്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് സത്യത്തിൻ്റെ വചനത്താൽ നമുക്ക് ജന്മം നൽകി അവിടുന്ന് തിരുമനസ്സായി. അല്ലേലിയ. ഇന്നലെയുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം, ഇന്നലെയുമെന്നും ജീവിക്കുന്ന ദിവ്യവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഫരീസേയരും ജെറൂസലേമിൽ നിന്ന് വന്ന ചില നിയമജ്ഞരും യേശുവിന് ചുറ്റും കൂടി. അവൻ്റെ ശിഷ്യന്മാരിൽ ചിലർ കൈ കഴുകി ശുദ്ധി വരുത്താതെ ഭക്ഷണം കഴിക്കുന്നത് അവർ കണ്ടു. പൂർവികരുടെ പാരമ്പര്യമനുസരിച്ച് ഫരീസേയരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പൊതുസ്ഥലത്ത് നിന്ന് വരുമ്പോഴും ദേഹശുദ്ധി വരുത്താതെ അവർ ഭക്ഷണം കഴിക്കുകയില്ല. കോപ്പകളുടെയും കലങ്ങളുടെയും ഓട്ടുപാത്രങ്ങളുടെയും ക്ഷാളനം തുടങ്ങി മറ്റു പല പാരമ്പര്യങ്ങളും അവർ അനുഷ്ഠിച്ചു പോന്നു. ഫരീസേയരും നിയമജ്ഞരും അവനോട് ചോദിച്ചു, നിന്റെ ശിഷ്യന്മാർ പൂർവികരുടെ പാരമ്പര്യത്തിന് വിപരീതമായി അശുദ്ധമായ കൈകൊണ്ട് ഭക്ഷിക്കുന്നത് എന്ത്? അവൻ പറഞ്ഞു, കപടനാട്യക്കാരായ നിങ്ങളെക്കുറിച്ച് യെശയ്യ ശരിയായി തന്നെ പ്രവചിച്ചു. അവൻ എഴുതിയിരിക്കുന്നു, ഈ ജനം മധുരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. വ്യർത്ഥമായി അവർ എന്നെ ആരാധിക്കുന്നു, മനുഷ്യരുടെ കൽപ്പനകൾ പ്രമാണങ്ങളായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നു. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ചവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുന്നത്. ഈ തിന്മയെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു, അവ മനുഷ്യനെ അശുദ്ധനാക്കുകയും ചെയ്യുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വംസിഹായി സ്നേഹമുള്ള സഹോദരരെ, മദർ തെരേസയുടെ തിരുനാളിന് ആമുഖമായി പ്രാർത്ഥനാപൂർവം കൊടിയുയർത്തി പാൻഡമിക് കോവിഡ് സിറ്റുവേഷനിൽ വളരെ ലളിതമായി തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഔദ്യോഗികമായ പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ഞാനും നിങ്ങളും പങ്കെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയാണ്.
ആമുഖമായിട്ട് അച്ഛൻ നമ്മളോട് പറഞ്ഞു, തിരുനാളുകളുടെ പ്രാഥമികമായ ലക്ഷ്യം സജീവമായി ദൈവസ്മരണ നിലനിർത്തുക, ഒരു സമൂഹം എന്ന നിലയിൽ, ഇടവക എന്ന നിലയിൽ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങൾ എന്ന നിലയിൽ ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലാകാലത്തോളം ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ്. ഒരാൾ പല രീതിയിൽ ശുദ്ധീകരിക്കപ്പെടും. ക്ഷാളനം കൊണ്ട്, ജലം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും, മരുന്നുകൊണ്ട് ശുദ്ധീകരിക്കപ്പെടും, വചനം കൊണ്ട് ശുദ്ധീകരിക്കപ്പെടും. ഇവിടെ നാം വായിച്ചു കേട്ട മർക്കോസിൻ്റെ സുവിശേഷ ഭാഗത്ത് ദീർഘനാളുകളായി വചനം കേട്ടിട്ട് യേശുവിനോടൊപ്പം നടന്നിട്ട് ദൈവത്തെ പരിചയപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വചനം തങ്ങളുടെ ജീവിതത്തിലേക്കും ഹൃദയത്തിലേക്കും സമൂഹത്തിലേക്കും കുടുംബങ്ങളിലേക്കും വന്നിട്ടും ശുദ്ധീകരിക്കപ്പെടാത്ത ജനത്തെ നോക്കി ഈശോയുടെ ഒരു വലിയ മുന്നറിയിപ്പും താക്കീതുമാണ് ഈ സുവിശേഷ ഭാഗം. നമുക്കറിയാം, ഏതൊരാളും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ആളിലെ നന്മകൾ ഉപരി നന്മയായിട്ട് രൂപാന്തരപ്പെടും. ശുദ്ധീകരിക്കുന്ന സമൂഹത്തിന് ദൈവം കൊടുക്കുന്ന വലിയ അനുഗ്രഹമാണ് വിശുദ്ധമായ ദാമ്പത്യം, വിശുദ്ധമായ പൗരോഹിത്യം, വിശുദ്ധമായ സമർപ്പണ ജീവിതം, വിശുദ്ധമായ യൗവന ജീവിതം, വിശുദ്ധമായ കൗമാര ജീവിതം, വിശുദ്ധമായ വാർദ്ധക്യ ജീവിതം, വിശുദ്ധമായ ബാല്യകാല അനുഭവങ്ങൾ. ഇത് സ്വാഭാവികമായിട്ട് ലോകത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മാലിന്യങ്ങളും സമൂഹത്തിൻ്റെ മാലിന്യങ്ങളും ഏറ്റെടുത്ത് അവൻ സ്വാഭാവികമായിട്ട് ദ്രോഹിയായിട്ട് മാറും, പാപം ചെയ്യുന്ന വ്യക്തിയായിട്ട് മാറും. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരാൾ അറിയും തോറും അവനിൽ ശുദ്ധീകരണം നടക്കും. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട സമൂഹത്തിലേക്കും വ്യക്തികളിലേക്കുമാണ് കർത്താവ് തൻ്റെ സ്വർഗത്തിലെ വിശുദ്ധമായത് വെച്ചു കൊടുക്കുന്നത്. ഞാൻ ശുദ്ധീകരിക്കപ്പെടുന്നില്ല എങ്കിൽ എൻ്റെ ശരീരത്തിലും ജീവിതത്തിൽ നിന്നും വിശുദ്ധമായതൊന്നും ഉണ്ടാകത്തില്ല. ലോകത്തിൻ്റെതൊക്കെ ഉണ്ടാകും, മാലിന്യങ്ങളുണ്ടാകും, ദൈവബോധം ഉണ്ടാകും, പ്രാർത്ഥന ഉണ്ടാകും. പക്ഷെ സ്വാർത്ഥത അവിടെ നിൽക്കും, അഹങ്കാരം നിലനിർത്തിക്കൊണ്ട് ജീവിക്കും. ആരെയും കൂസാത്ത, ആരെയും അംഗീകരിക്കാത്ത ജീവിതശൈലി തുടർന്നുകൊണ്ടിരിക്കും. അങ്ങനെ ദീർഘകാലം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ന്യായീകരിച്ചും നീതീകരിച്ചും ഇരിക്കും. നീ കാരണമാണ്, നിങ്ങൾ കാരണമാണ് ഞാനിങ്ങനെ ആയതെന്ന് അത്തരക്കാര് സമൂഹത്തെ നോക്കി, തന്നോടൊപ്പമുള്ളവരെ നോക്കിക്കൊണ്ട് അവർ വീണ്ടും വിമർശനം ചെയ്തുകൊണ്ട് ഇരിക്കും. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, ശുദ്ധീകരിക്കാത്ത ഒരു സമൂഹത്തിൽ സ്വർഗത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങി വരത്തില്ല. ശിഷ്യന്മാരെ ശുദ്ധീകരിച്ചിട്ട് ഈശോ അവർക്ക് ദിവ്യകാരുണ്യം കൊടുത്തു. ദിവ്യകാരുണ്യം കൊടുത്തിട്ട് അവരുടെ കയ്യിലേക്ക് ജീവിതത്തിലേക്ക് മാതാവിനെ കൊടുത്തു. അവരുടെ കയ്യിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്തു. അവരുടെ ജീവിതത്തിലേക്ക് സ്നാപക യോഹന്നാനെ കൊടുത്തു. ഈശോ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുമ്പോൾ 3 സമ്മാനങ്ങളാണ് ലോകത്തിന് തന്നിട്ട് പോയത്. ഒന്നാമത്തെ സമ്മാനമാണ് ദിവ്യകാരുണ്യം, രണ്ടാമത്തെ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്, മൂന്നാമത്തെ സമ്മാനമായിരുന്നു പരിശുദ്ധ അമ്മ, നാലാമത്തെ സമ്മാനമായിട്ട് നമുക്ക് കരുതാം യോഹന്നാൻ, സഹോദരൻ. പ്രിയരെ, അതുകൊണ്ട് ശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ ഞാനും നിങ്ങളും സ്വാഭാവികമായ മനുഷ്യരായിട്ട് മാറും. ജീവിക്കാനായിട്ടുള്ള വ്യഗ്രതയും മറ്റുള്ളവരെ തോൽപ്പിക്കാനും ഞാൻ വിജയം നേടാനും വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾക്കിടയിലും പരാക്രമങ്ങൾക്കിടയിലും ഞാനും നിങ്ങളും എന്തും ചെയ്തു പോകും. വിജയിക്കാനായിട്ട് ആരെങ്കിലും തടസ്സം നിൽക്കുന്നതാണെങ്കിൽ ആ തടസ്സം നിൽക്കുന്ന വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനും നശിപ്പിക്കുവാനും ദ്രോഹിക്കാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എവിടെയായിരുന്നാലും അനുഗ്രഹത്തിൻ്റെ മക്കളാണ്, വാഗ്ദാനത്തിൻ്റെ മക്കളാണ്. ക്രിസ്തു പറയുന്നത് പോലെ ക്രിസ്ത്യാനി ജീവിച്ചാൽ ക്രിസ്ത്യാനി ജീവിക്കുന്ന കുടുംബം അനുഗ്രഹത്തിൻ്റെ കുടുംബമാണ്.
ക്രിസ്തു പറയുന്ന പോലെ ജീവിച്ചാൽ ക്രിസ്ത്യാനികൾ ഓരോരുത്തരും കടന്നു പോകുന്ന വഴികളും കണ്ടുമുട്ടുന്ന മനുഷ്യരും എത്തിപ്പെടുന്ന ജീവിത സാഹചര്യങ്ങളും അനുഗ്രഹീതമായിട്ട് മാറും. ക്രിസ്തു പറയുന്ന പോലെയല്ല നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ ഒരനുഗ്രഹമായിട്ട് മാറത്തില്ല. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1, 2, 3 തിരുവചനങ്ങൾ ക്രിസ്ത്യാനികൾക്കുള്ള ഒരു മുൻ അനുഗ്രഹമാണ്. സുവിശേഷത്തിലെ ആദ്യത്തെ പ്രബലമായ അനുഗ്രഹമാണ്. അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, നീ ഞാൻ പറയുന്ന നാടിനെയും ദേശത്തെയും ഒക്കെ വിട്ടിട്ട്, നിന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വിട്ടിട്ട് ഞാൻ കാണിക്കുന്നിടത്തേക്ക് നീ പോകുകയാണെങ്കിൽ, എല്ലാം ഉപേക്ഷിച്ചിട്ട് നീ പോവുകയാണെങ്കിൽ നിന്നെ ഞാൻ ഒരനുഗ്രഹമാക്കി മാറ്റും. നീ ആരെ അനുഗ്രഹിച്ചാലും അവരെ ഞാൻ അനുഗ്രഹിക്കുന്നതിന് തുല്യമാവും. ആരും നിന്നെ അനുഗ്രഹിച്ചാലും അവർക്കും നിനക്കും അത് അനുഗ്രഹമായി മാറും. ക്രിസ്ത്യാനി അബ്രാഹത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെ പിന്തലമുറയിൽപ്പെട്ട വ്യക്തികളാണ്. അതുകൊണ്ട് അനുഗ്രഹമാകാനായിട്ടുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രിയരെ, തിരുനാളിലും പ്രതിസന്ധികൾക്കിടയിലും രോഗാതുരമായ സാഹചര്യങ്ങൾക്കിടയിലും സാമ്പത്തികമായ ഞെരുക്കങ്ങൾക്കിടയിലും പ്രതികൂലമായ കാലാവസ്ഥയ്ക്കിടയിലും അതിഘോരവും ഭയാനകവുമായ രോഗത്തിൻ്റെ നടുവിലും ഞാനും നിങ്ങളും കർത്താവിൻ്റെ ബൈബിളിൻ്റെ ഭാഷ്യത്തിൽ ഒരനുഗ്രഹമാകാനായിട്ട് വിളിക്കപ്പെട്ട വ്യക്തിയാണ്. അനുഗ്രഹമാകാൻ യാതൊരു സാധ്യതയുമില്ലാതിരുന്ന സാഹചര്യത്തിൽ കൽക്കട്ടയിൽ പാവപ്പെട്ടവരുടെ ജീവിച്ചിരുന്ന മദർ തെരേസയ്ക്ക് അനുഗ്രഹമാകാനായിട്ട് പറ്റി. മറ്റൊരു രാജ്യത്തു നിന്നും ഇവിടെ വന്നിട്ട് സാധാരണ ഒരു അധ്യാപികയായി, അത് പോരാഞ്ഞിട്ട് സന്യാസത്തിൻ്റെ ഉയർന്നതും ഉത്തുംഗവുമായ പദവിയിലേക്ക് എത്തിയിട്ട്, ഉദാത്തമായ പദവിയിലേക്ക് എത്തിയിട്ട് എല്ലാം ഉപേക്ഷിച്ച് ദൈവം കാണിച്ചു തരുന്ന അരക്ഷിതാവസ്ഥയിലേക്ക് പോയിട്ട് അവിടുത്തെ ദൈവത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിച്ചു. ക്രിസ്തുവിനെ ഏറ്റെടുത്ത വ്യക്തിയായിട്ട് മാറി മദർ തെരേസ. ക്രിസ്തുവിനെ ഏറ്റെടുത്ത വ്യക്തിയുടെ ജീവിതത്തെ ക്രിസ്തു ഏറ്റെടുത്തു. സാഹചര്യം പ്രതികൂലമായിരുന്നിടത്ത് മദർ തെരേസയ്ക്ക് വേണ്ടിയിട്ട് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് മദർ തെരേസ പോകുന്ന വഴികളിലും മദർ തെരേസ കണ്ടുമുട്ടുന്ന വ്യക്തികളിലും മദർ തെരേസ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളിൽ ക്രിസ്തു അവരോട് പറഞ്ഞു, നീ അവർക്ക് കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരവും രാത്രിയും അകാലത്തിനും പ്രഭാതത്തിനും രാത്രിയുടെ നീണ്ട യാമങ്ങളിലുമൊക്കെ ദൈവത്തോട് ചേർന്ന് നീ ഒരു അനുഗ്രഹമായിട്ട് മാറണം. ഒന്നുമില്ലാത്ത ആ വനിത ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നയായിട്ട് മാറി. ആരാലും അറിയപ്പെടാത്ത ആ സമർപ്പിത ലോകത്തിന് വേണ്ടപ്പെട്ടവളായിട്ട് മാറി. എല്ലാവരും അംഗീകരിക്കുന്നവരും എല്ലാവരും ആദരിക്കുന്നവരും എല്ലാവരും ഏറ്റെടുക്കുന്നവരുമായിട്ട് മാറി. ക്രിസ്തുവിനെ ഒരാൾ ഏറ്റെടുത്താൽ ആ വ്യക്തിയിലുണ്ടാകുന്ന മാറ്റമാണ് പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ ജീവിതം നമ്മോട് പറയുന്നത്. ഇന്ന് കേരള സഭയിൽ യാതൊരു കാരണവുമില്ലാതെ വിശുദ്ധയായി തീർന്ന യുവപ്രാസ്യാമ്മയുടെ കർമ്മലീത്ത സന്യാസിനിയായിരുന്ന യുവപ്രാസ്യാമ്മയുടെ തിരുനാളാണ്. വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല. കൊന്തയിരുട്ടി, ജപമാലയുടെ അമ്മ, പ്രാർത്ഥിക്കുന്ന അമ്മ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മ, സ്നേഹിക്കുന്ന അമ്മ. ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വിശുദ്ധയാകാനായിട്ട് യാതൊരു യോഗ്യതയുമില്ല, കാരണമൊന്നുമില്ല. വിപ്ലവകരമായ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്തില്ല. എങ്ങും പോയി യാത്ര ചെയ്തൊന്നും ചെയ്തില്ല. സാമ്പത്തികം കൈകാര്യം ചെയ്തില്ല. പക്ഷെ പരിമിതമായ സാഹിത്യം തരുന്നുണ്ട്. ക്രിസ്തുവിനെ ഏറ്റെടുത്തു. അവളിലേക്ക് ക്രിസ്തു സ്വർഗത്തിൻ്റെ അനുഗ്രഹമായിട്ട് കടന്നു വന്നു. പ്രിയപ്പെട്ടവരെ, നിനക്കൊരു അനുഗ്രഹമായിട്ട് മാറണം. അതാണ് ചോദ്യം. എന്നോടും നിങ്ങളോടുമുള്ള ഏത് കാലഘട്ടത്തിലെയും ഒരു ചോദ്യം, ക്രിസ്ത്യാനിയോട് സുവിശേഷം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് അനുഗ്രഹമായിട്ട് മാറണോ? നീ സുവിശേഷം പറയുന്ന പോലെ ജീവിക്കാൻ തയ്യാറാകണം. സുവിശേഷം പറയുന്ന പോലെ ജീവിക്കാത്ത ഒത്തിരി ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളും അങ്ങനെ ആകാറുണ്ട്. അതാണ് നമ്മുടെ ഒരു പ്രതിസന്ധി. പള്ളി വരുമ്പോൾ നമ്മൾ നല്ലവരും പള്ളിക്ക് പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഈ യഹൂദരെ പോലെയും ഫരിസയെ പോലെയും നിയമജ്ഞരെ പോലെയും പുരോഹിതന്മാരെ പോലെയും ഒക്കെ ആയിത്തീരുന്നു. പള്ളി വരുമ്പോൾ നമ്മൾ നല്ലവരാണ്, വീട്ടിൽ ചെല്ലുമ്പം അത്ര നല്ലതല്ല. പുറത്തിറങ്ങിയാൽ പൊതുവെ നല്ലവനാണ്. പക്ഷേ അങ്ങനെ കപടത നടിക്കുന്നവരെ ക്രിസ്തുവിന് അനുഗ്രഹമാക്കി മാറ്റാനായിട്ട് പറ്റത്തില്ല എന്നുള്ളതാണ്. നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഒത്തിരി പാപങ്ങളൊക്കെ പറയും. നല്ലതാണ് വിശുദ്ധീകരിക്കപ്പെടാനായിട്ട്. കുമ്പസാരവും നല്ലതാണ്, പാപങ്ങൾ ഏറ്റു പറയുന്നത് നല്ലതാണ്, അനുദപിക്കുന്നതും നല്ലതാണ്, പ്രായശ്ചിത്വവും പരിഹാരവും ചെയ്യുന്നതും നല്ലതാണ്. പക്ഷേ
ക്രിസ്തു യഹൂദ സമുദായത്തിൽ 3 വർഷക്കാലം അവൻ ഗ്രാമാന്തരങ്ങളിലൂടെയും മലകളിലൂടെയും താഴ്വരകളിലൂടെയും കുടുംബങ്ങളിലൂടെയും പൊതുവേദികളിലും മൈതാനങ്ങളിലൂടെയും ഒക്കെ ശുശ്രൂഷ ചെയ്തപ്പോൾ അവനൊരു കാര്യം പിടികിട്ടി. അക്കാലത്ത് ജീവിച്ചിരുന്ന പുരോഹിതന് മുഴുവൻ കപട പുരോഹിതനായിരുന്നു. അക്കാലത്ത് ജീവിച്ചിരുന്ന നിയമജന് മുഴുവൻ പൊതുവെ സമൂഹത്തിന് മുമ്പിൽ നല്ല ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ കപടതയുള്ളവരായിരുന്നു. ഫരിസേയരും അങ്ങനെ, ബലി അർപ്പിക്കുന്നവനും അങ്ങനെ, ബലിയിൽ പങ്കെടുക്കുന്നവനും അങ്ങനെ, പഠിപ്പിക്കുന്നവനും അങ്ങനെ, പഠനം സ്വീകരിക്കുന്നവനും അങ്ങനെ. അപ്പോൾ സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു തിന്മയെക്കുറിച്ചാണ് ഈശോയുടെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പരാമർശം എന്ന് പറയുന്നത്. കപടനാട്യക്കാരാണ് നിങ്ങൾ. ഇത് മാറ്റിവെച്ചില്ല എങ്കിൽ യഹൂദ സമുദായം ഈ ലോകത്തിൽ അന്യം നിന്നു പോകും. പ്രിയരെ, യേശുവിൻ്റെ മുന്നറിയിപ്പ് സ്വീകരിക്കാത്ത യഹൂദ സമുദായത്തിൽ ദേവാലയം ഇല്ലാതായി. അവർ ചിതറിക്കപ്പെട്ടു. പല പ്രഹരങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയൊക്കെ അവർ കടന്നുപോയി. യേശുവിൻ്റെ മുന്നറിയിപ്പ് അവർ സ്വീകരിച്ചിരുന്നെങ്കിൽ അവർ ഓരോരുത്തരും അനുഗ്രഹമായിരുന്നു. അവർ തിരിച്ചറിഞ്ഞു, അവരുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അനുഗ്രഹമാകാനുള്ള സാധ്യതകളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ശുദ്ധീകരണത്തിൻ്റെ കാലമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഞാൻ അച്ഛൻ സൂചിപ്പിച്ച ആ വാക്കിലേക്ക് തന്നെ മടങ്ങി വന്നിട്ട് ഇത് അവസാനിപ്പിക്കും. ശുദ്ധീകരിക്കപ്പെടാൻ താല്പര്യമുണ്ടെങ്കിലേ നമ്മൾ അനുഗ്രഹമാകത്തുള്ളൂ. എൻ്റെ വചനം കൊണ്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടണമെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായം പറയുന്നത്. ശുദ്ധീകരിക്കുന്നത് എങ്ങനെയാണ്? വചനം കൊണ്ട് നാവിനെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് ആന്തരിക അവയവങ്ങളെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് കാഴ്ചയെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് കേൾവിയെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് ബുദ്ധിയെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് യുക്തിയെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാം, വചനം കൊണ്ട് ആത്മാവിനെ ശുദ്ധീകരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ശരീരവും മനസ്സും ആത്മാവും ആന്തരികവും ബാഹ്യമായ അവയവങ്ങളുള്ള ഈ ശരീരം ദൈവത്തിൻ്റെ അവയവങ്ങളും ദൈവത്തിൻ്റെ ശരീരങ്ങളുമായിട്ട് മാറും. യേശു ദേവാലയമായിരുന്നതുപോലെ നമ്മളും അനുഗ്രഹത്തിൻ്റെ കവാടങ്ങളായിട്ട് മാറും. അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറന്ന മദർ തെരേസയുടെ തിരുനാൾ ആചരിക്കാനായിട്ട് നൊവേനയും പ്രാർത്ഥനയും ബലിയർപ്പണവും കാഴ്ചയർപ്പണവും ഒക്കെ നടത്താനായിട്ട് ബലിപീഠത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, ഞാൻ കപടതയുള്ള ഒരു ക്രിസ്ത്യാനിയാണോ? കപടതയോടെ ജീവിത പങ്കാളിയോട് പെരുമാറുന്നുണ്ടോ? കപടതയോടെ മക്കളോട് പെരുമാറുന്നുണ്ടോ? കപടതയോട് കൂദാശ സ്വീകരിക്കുന്നുണ്ടോ? കപടതയോടെ ബൈബിൾ വായിക്കുന്നുണ്ടോ? കപടതയോടെ സ്ഥാപനങ്ങളിലായിരിക്കുന്നുണ്ടോ? കപടതയോടെ ദാമ്പത്യം കൈകാര്യം ചെയ്യുന്നുണ്ടോ? കപടതയോടെ സമർപ്പിതാവസ്ഥ കൈകാര്യം ചെയ്യുന്നുണ്ടോ? കപടതയോടെ പൗരോഹിത്യാവസ്ഥ കൈകാര്യം ചെയ്യുന്നുണ്ടോ? കപടതയോടെയാണോ? പുറമേ നല്ലവനും അകത്ത് മോശവനുമാണെങ്കിൽ നിന്നെ അനുഗ്രഹമാക്കാൻ നിന്റെ അടുത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാകത്തില്ല. നമുക്കെന്നും ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാനായിട്ടാണ് താല്പര്യം. ക്രിസ്ത്യാനി കുറേ കാലം ക്രിസ്ത്യാനിയായി ജീവിച്ച് കഴിയുമ്പോൾ അവൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കണം. ക്രിസ്തുവിനെ ഏറ്റെടുത്താൽ പിന്നെ അവനിൽ ക്രിസ്ത്യാനിയല്ല, അവനിൽ ക്രിസ്തുവേ ഉള്ളൂ. നമ്മൾ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ക്രിസ്തുവായിട്ട് മാറുക. ക്രിസ്ത്യാനിയായിട്ട് ജന്മം മുതൽ മരണം വരെ നിലനിൽക്കുക എന്നുള്ളതല്ല. ക്രിസ്ത്യാനി കുറേ കാലം ജീവിച്ച് കഴിയുമ്പോഴത്തേക്ക് സുവിശേഷം പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവൻ ക്രിസ്തുവായിട്ട് മാറണം. ക്രിസ്തുവായിട്ട് മാറിക്കഴിഞ്ഞാൽ നിൻ്റെ കുടുംബം ക്രിസ്തുവിൻ്റെ കുടുംബം പോലെയായിട്ട് മാറും. നിൻ്റെ സമൂഹം ക്രിസ്തുവിൻ്റെ സമൂഹം പോലെയായിട്ട് മാറും. നിൻ്റെ ഇടവക ക്രിസ്തുവിൻ്റെ ഇടവക പോലെയായിട്ട് മാറും. 21-ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് ആദരണീയനും വിശുദ്ധനുമായിരുന്ന ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കത്തോലിക്കരോടും ലോകത്തോടുമായിട്ട് പറഞ്ഞു, 21-ാം നൂറ്റാണ്ട് കപടതയുടെ നൂറ്റാണ്ടായിരിക്കും. പുറമെ നല്ലവരും അകമേ മ്ലേച്ഛതയുള്ളവരുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 20 വർഷങ്ങൾ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് ഒരു മടങ്ങിപ്പൂക്കന്, ഒരു യൂറ്റേണിനുള്ള ഒരു സുവർണാവസരം കർത്താവ് നൽകുകയാണ്. നിന്നെ ഏതവസരത്തിലും ഒരു രോഗം, നിൻ്റെ സ്വത്ത്, സമ്പാദ്യം, നിൻ്റെ സുരക്ഷിതത്വം ഒക്കെ പ്രകൃതിയിലെ ഒരു ദുരന്തം കൊണ്ട്, ഒരു രോഗം കൊണ്ട്, ഒരു പകർച്ചവ്യാധി കൊണ്ട് തീരാവുന്നത് മാത്രമേ ഉള്ളൂ. അധികം നിലനിൽപ്പൊന്നുമില്ല. എൻ്റെ പണം എന്നെ രക്ഷിക്കില്ല, എൻ്റെ കുടുംബം എന്നെ രക്ഷിക്കില്ല, എൻ്റെ ജീവിത പങ്കാളി എന്നെ രക്ഷിക്കില്ല, എൻ്റെ ആരും എന്നെ രക്ഷിക്കത്തില്ല, എൻ്റെ ഈശോ മാത്രമേ എനിക്കുണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു യൂറ്റേൺ എടുക്കാനായിട്ടുള്ള സമയമാണ്. കുടുംബങ്ങളിൽ ഒരു യൂറ്റേണിന്, വ്യക്തി ജീവിതത്തിൽ ഒരു യൂറ്റേണിന്, കുടുംബജീവിതത്തിൽ ഒരു യൂറ്റേണിന് ഒരവസരമാണ് പ്രിയപ്പെട്ടവരെ.
നമ്മിലെ കപടത അത് ചെറുതാണെങ്കിലും നമ്മൾ 99% സത്യസന്ധനും 1% കപടതയുള്ളവനുമായിരുന്നവനെ അല്ല കർത്താവിന് വേണ്ടത്. 100% സത്യസന്ധനായിരിക്കുന്നവന് 100% അനുഗ്രഹം. അവൻ്റെ ജീവിതം തന്നെ അനുഗ്രഹമായിട്ട് മാറും. അവനല്ലാതായിട്ട് മാറും. മദർ തെരേസ വളർന്ന് മദർ തെരേസ എന്ന പേര് തന്നെ ഒരു ദൈവവാക്യമായിട്ട് മാറി, ഒരു സഭയായിട്ട് മാറി. മദർ തെരേസയുടെ സഭ, വിൻസെൻ്റ് പോളിൻ്റെ സഭ എന്നൊക്കെ പറയുന്ന പോലെ ആ പേര് തന്നെ ദൈവികമായിട്ട് മാറി. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വളരെ ഗൗരവമായിട്ട് കുർബാനയിൽ നിന്ന് പങ്കെടുക്കാം. ഏതെങ്കിലുമൊക്കെ തരത്തിൽ തൽക്കാലത്തേക്ക് വിജയിക്കാനായിട്ടുള്ള ഏതെങ്കിലും കപടത നമ്മിലുണ്ടെങ്കിൽ അത് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നതിന് തടസ്സമാണ് എന്നുള്ള ചിന്ത ഗൗരവതരമായിട്ട് ഏറ്റെടുക്കാം. ഒപ്പം എന്നും ക്രിസ്ത്യാനിയായ പോലെ നിനക്ക് ക്രിസ്തുവിനെ ഏറ്റെടുത്ത് നിൻ്റെ വ്യക്തിത്വം മാറ്റിവെച്ചിട്ട് ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഭാഗമാകുന്ന തരത്തിലേക്ക് ഒന്ന് മാറ്റപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ ആ ചിന്തകളെ ഒന്ന് ഏറ്റെടുക്കാൻ ഈ സുവിശേഷത്തിൻ്റെ വായനയും ഈ ബലിയർപ്പണവും ഒരു വലിയ വിമർശനത്തിനുള്ള കാരണമാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. യെശയ്യാ പ്രവാചകൻ ആ ജനത്തെ നോക്കി പറഞ്ഞതുപോലെ ഹൃദയം കൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കാതെ അധരം കൊണ്ട് ദൈവത്തെ മാത്രം അപമാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാതിരിക്കാനായിട്ട് നമുക്ക് ക്രിസ്തുവിൻ്റെ വചനത്തെ ഗൗരവതരമായിട്ട് എടുത്തുകൊണ്ട് ആത്മീയ ജീവിതം പാകതയുള്ളതും പക്വതയുള്ളതും ആത്മീയമാക്കുവാനും രക്ഷാകരമാക്കുവാനും ശ്രമിക്കാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യമാകുന്ന പ്രേരണയും പ്രചോദനവും നമുക്ക് ഓരോരുത്തർക്കും നൽകട്ടെ. ആമേൻ. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവായി കന്യകാമറിയ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പുതിയ പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധീനങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജയിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. പിതാവും ജീവിതത്താവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരോട് സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും ക്രിസ്തീയമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മദർ തെരേസയുടെ നാമധേയത്തിലുള്ള ഈ ദൈവാലയത്തിൽ ആത്മവിശുദ്ധിയുടെ തിരുനാളിന് ഇന്ന് പ്രാരംഭം കുറിക്കുകയാണ്. സുവിശേഷത്തിൽ വായിച്ചു കേട്ടതുപോലെ ബാഹ്യമായ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പകരം ആന്തരികമായ മാറ്റങ്ങൾ, വിശുദ്ധീകരണമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഫരിസേയരും നിയമജ്ഞരും ബാഹ്യമായ ആചാരങ്ങൾ മുറുകെ പിടിച്ചപ്പോൾ ഈശോ പറയുകയാണ്, നീ ഒരിക്കലും ബാഹ്യമായതിൻ്റെ പുറകെ പോകാതെ ദൈവികമായ സത്ത നിലനിൽക്കുന്നത് ഉള്ളിലാണ്. ആ ഉള്ളു നന്നായിരിക്കുക, നിന്റെ നാവ് നന്നായിരിക്കുക. പ്രാർത്ഥിക്കാൻ നമുക്ക്. നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ഇടപെടുന്ന രംഗങ്ങളിൽ ഞങ്ങളുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കർത്താവിനോട് ചേർന്ന് നിന്ന് ഹൃദയത്തിൽ നിന്ന് എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നന്ദി അർപ്പിക്കുവാനും ഇടയാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബലിയിൽ ഞങ്ങളോട് കൂടിയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോസഫിനെ ഓർക്കുന്നു. അതിനെല്ലാ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ശക്തമായ വചനത്തിലൂടെ വിശ്വാസ സമൂഹത്തെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ ഇടയാക്കാൻ അദ്ദേഹത്തിന് കൃപ കൊടുക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
ബലിയിൽ സംബന്ധിക്കുന്ന ഓരോ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹത്താൽ നിറയ്ക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ നയിക്കുന്ന ഫ്രാൻസിസ് പാപ്പായെയും രൂപതയെ നയിക്കുന്ന സെബാസ്റ്റ്യൻ പിതാവിനെയും എല്ലാ വൈദികരെയും സന്യസ്തരെയും മൽമായ സഹോദരങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നല്ലവനായ ഈശോയെ, അവിടുത്തെ സന്ധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ. ഞങ്ങളെ കുറവുള്ളവരാണ്, ഞങ്ങളെ വിശുദ്ധീകരിക്കാൻ അവിടുത്തെ വചനങ്ങൾ ഞങ്ങളെ പ്രാപ്തരാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിനും സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ സാർവത്രിക സഭയുടെ നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ ദിവ്യാർപ്പണം ഞങ്ങൾക്ക് എപ്പോഴും രക്ഷയുടെ അനുഗ്രഹം പ്രദാനം ചെയ്യട്ടെ. അങ്ങനെ ദിവ്യരഹസ്യത്താൽ അനുഷ്ഠിക്കുന്ന ശക്തിയാൽ നിറവേറുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ.
നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവുള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാസഹന വേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാ വിശുദ്ധന്മാരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഓശാന ഓശാന അത്യുന്നതങ്ങളിൽ ഓശാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർ കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങളെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും വൈദിക ഗണത്തോടും മൊത്ത സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ പരിപാലിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങേ ദാസരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശമായി അവിടത്തോടൊന്നായി തീർന്ന അവരെ അവിടുത്തെ ഉദ്ധാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി
നൽകണമേ. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ശ്രമിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ എഴുന്നള്ളി വരുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് ഈ വിശുദ്ധ കുർബാനയിൽ സത്യമായി എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. നിത്യപുരോഹിതനായ ഈശോയെ, ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യ സ്നേഹം അവരെ ലോകതന്ത്രങ്ങൾ സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്ന നരകത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ സൗഭാഗ്യത്തിന്റെ ബന്ധവുമായി തീരട്ടെ. ആമേൻ. വൈദികരുടെ രാജ്യമായ പരിശുദ്ധമേ, പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ മേശയുടെ അപ്പത്താൽ പരിഭൂഷിതരായവയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരൻ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങൾ പ്രചോദിപ്പിക്കപ്പെടുമ്പോഴെല്ലാം സ്നേഹത്തിന്റെ ഈ ഭോജനം ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. തുടർന്നുള്ള ദിവസങ്ങളിൽ വൈകുന്നേരം 5:30 മണിക്കാണ് കുർബാന. 4 മണിക്ക് ജപമാലയും 5:30 കുർബാനയും നൊവേനയും. ഞായറാഴ്ച ഇന്നത്തെ പോലെ തന്നെ 7 മണിക്ക് കുർബാന, 9:30 തിരുനാൾ കുർബാന. കവറുകൾ ലഭിച്ചിട്ടുള്ളവർ അത് തിരിച്ചു തരണമെന്ന് പ്രത്യേകം ഓർപ്പിക്കും. നമുക്ക് അവിടെ കാത്തിരിക്കൊണ്ട് ബർത്തരേസായുടെ നൊവേനയുടെ നേതൃത്വം നൊവേന ആരംഭിക്കാം. വാഴ്ത്തിടാം നിന്നെ ഞങ്ങൾ, നിർമ്മല കന്യയെന്നും നിന്നെ വണങ്ങിടുന്നു. ക്രൂശിത യേശുവിനെ തൃത്തോളിലേന്തിയോളെ തൃപാദം പിന്തുടരാൻ ത്രാണിയുണ്ടാകണമേ. ജീവിത മാതൃകയാ വിശ്വം കവർന്നവളേ, പാപികൾ ഞങ്ങൾക്കെന്നും മാധ്യസ്ഥയാകണമേ.
ക്രിസ്തീയ ജീവിതത്തിൻ ഉത്തമ മാതൃകയെ ആലംബഹീനക്കെന്നും ആശ്രയമായിടണേ. പ്രാരംഭ പ്രാർത്ഥന. വിശുദ്ധ മർത്തരി തെരേസായെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥയായി നൽകുവാൻ തിരുമനസ്സായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആത്മശരീരങ്ങളെ അങ്ങേ തൃപാദങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ കടമകൾ ഞങ്ങളെല്ലാവരും നിറവേറ്റുവാനും ജീവിതത്തിലുണ്ടാകുന്ന വേദനകളും ക്ലേശങ്ങളും സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് വിലാസയിൽ ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അഗതികളുടെയും അശ്വന്മാരുടെയും ആലമായിരുന്ന വിശുദ്ധ തെരേസായെ പോലെ മറ്റുള്ളവരിൽ യേശുവിനെ ദർശിക്കുവാനും അവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിശ്വസ്തരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ലോകരക്ഷകനായ യേശുവേ, സ്വന്തം ജീവിതത്തിലൂടെ എനിക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധ തെരേസായോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും എനിക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഞങ്ങളുടെ രക്ഷയും വ്യാസവുമായ ദൈവമേ, വിശുദ്ധ തെരേസായുടെ യോഗ്യതയാൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും അങ്ങയുടെ സ്ഥിരത്താൽ കഴുകി വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ത്രീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മധ്യസ്ഥ പ്രാർത്ഥന. നമ്മുടെ എല്ലാ നിയോഗങ്ങളും വിശുദ്ധ തെരേസ വഴിയായി ദൈവത്തിന് സമർപ്പിക്കാം. തനിക്ക് കിട്ടിയ ദൈവവിളിയെ സ്വജീവിതം കൊണ്ട് മഹത്വപൂർണ്ണമാക്കിയ മദർ തെരേസായെ പോലെ ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിതാന്തസ്സിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും വെള്ളരിപ്രാവായി പ്രശോഭിച്ച മദർ തെരേസായെ ജീവിത മാതൃകയാക്കി അന്ധകാരത്തിൽ നിവസിക്കുന്നവർക്ക് വഴികാട്ടിയാകുവാൻ ഞങ്ങൾക്കിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനാഥരെയും അവഗണിക്കപ്പെട്ടവരെയും സ്നേഹപൂർവ്വം തോളിലേറ്റി പരിശുദ്ധിയുടെ വഴിയിലൂടെ നടന്ന് ലോകത്തിന് ആത്മസമർപ്പണത്തിന്റെ അത്യുത്തമ മാതൃക കാണിച്ചു കൊടുത്ത വിശുദ്ധ മദർ തെരേസായെ അനുകരിച്ച് ഞങ്ങളും ആ മാതൃക പിന്തുടരുവാൻ കൃപ നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മനുഷ്യ ഹൃദയങ്ങളിൽ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മദർ തെരേസായെ പോലെ ഞങ്ങൾ ഉണർത്തിക്കുന്ന ജീവിതത്തിലൂടെ ജീവിത വിശുദ്ധി ആർജിക്കുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിച്ച് മദർ തെരേസായെ പോലെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലൂടെ അങ്ങയെ ദർശിക്കുവാനിടയാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന ക്രിസ്തുനാഥന്റെ വാക്കുകൾ ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ മദർ തെരേസായെ പോലെ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും വളർന്നു വരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചെറിയവരിൽ
ഒരുവന് നീ നന്മ ചെയ്യുമ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്യുന്നത് എന്ന ക്രിസ്തുനാഥന്റെ വാക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിതാന്ത്യം വരെ ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മദർ തെരേസായെ വിശിഷ്ട പുണ്യങ്ങളാൽ അലങ്കരിച്ച ദൈവമേ, എനിക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിരുമനസ്സിന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് തികഞ്ഞ ഭക്തിയോടും സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടി ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമാവിധം ജീവിതം നയിക്കുവാൻ വേണ്ട കൃപാവനം ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകമായി ഈ നൊവേനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങൾ വിശുദ്ധ മദർ തെരേസായുടെ വിലയേറിയ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾക്ക് പ്രയം ചെയ്യണമെന്ന് കൃത്യമായി ജീവിച്ചു വാഴുന്ന നീയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, ഈശോയെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവായ ദൈവമേ, ലോകരക്ഷകനായ ദൈവപുത്ര, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായിരിക്കുന്ന പരിസ്ത്രീത്വമേ, പരിശുദ്ധ മറിയമേ, ക്രൈസ്തവ സഭയ്ക്ക് അലങ്കാരമായ വിശുദ്ധ മദർ തെരേസായെ ദൈവമഹത്വത്തിനും ആത്മാവിന്റെ രക്ഷയ്ക്കുമായി പ്രയത്നിച്ച വിശുദ്ധ മദർ തെരേസായെ അഗതികളുടെയും അശരണരുടെയും ആലംബമായ വിശുദ്ധ മദർ തെരേസായെ വിശുദ്ധിയുടെ വിളനിലമായ വിശുദ്ധ മദർ തെരേസായെ രോഗികളുടെ ആശ്വാസമായ വിശുദ്ധ മദർ തെരേസായെ വേദനിക്കുന്ന സകലരിലും ക്രിസ്തുവിനെ ദർശിച്ച വിശുദ്ധ മദർ തെരേസായെ ആത്മസമർപ്പണത്തിന്റെ അത്യുപ മാതൃകയായ മദർ തെരേസായെ വേദനിക്കുന്നവർക്ക് സ്വയം ബലിയായി തീർന്ന മദർ തെരേസായെ അനുപമമായ ക്രിസ്തീയ സ്നേഹത്തിന്റെ അവതാരമായ മദർ തെരേസായെ ഭാരതത്തിന് സ്വർഗീയ മധ്യസ്ഥയായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ മദർ തെരേസയെ സകലരാലും ഉപേക്ഷിക്കപ്പെട്ടവർക്ക് അമ്മയും ആശ്രയവുമായ വിശുദ്ധ മദർ തെരേസയെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വിശുദ്ധി എന്നറിയപ്പെടുന്ന വിശുദ്ധ മദർ തെരേസയെ സമർപ്പിതരുടെ ഉത്തമ മാതൃകയായ വിശുദ്ധ മദർ തെരേസയെ എളിമയുടെ നിറകുടമായ വിശുദ്ധ മദർ തെരേസയെ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നതിലൂടെ മാത്രമേ ദൈവത്തെ തൊട്ടറിയൂ എന്ന് ഉപദേശിച്ച വിശുദ്ധ മദർ തെരേസയെ തെരുവിലെ അഴുക്ക് ചാലിൽ ഉപേക്ഷിക്കപ്പെട്ട ചോരക്കുഞ്ഞുങ്ങൾക്ക് സ്വയം അമ്മയായി തീർന്ന വിശുദ്ധ മദർ തെരേസയെ നിന്ദിതരുടെയും പീഡിതരുടെയും അഭയമായ വിശുദ്ധ മദർ തെരേസയെ അടിയുറച്ച ഈശ്വര വിശ്വാസത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആധ്യാത്മിക ചൈതന്യമായ വിശുദ്ധ മദർ തെരേസയെ മരണാസന്നരുടെ കാവൽ മാലാഖയായ വിശുദ്ധ മദർ തെരേസയെ ദൈവജനത്തിന് ഉത്തമ മാതൃകയായ വിശുദ്ധ മദർ തെരേസയെ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവ കുഞ്ഞാടേ, വിശ്വംസിയുടെ വാഗ്ദാനം ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ലോകത്തിന്റെ നാനാഭാഗത്തും ക്ലേശം അനുഭവിക്കുന്ന ദൈവജനത്തിനും ആശ്വാസമരുന്നുവാൻ തന്റെ ജീവിതം നീക്കിവെച്ച മദർ തെരേസയെ വിശുദ്ധരുടെ പദവിയിലേക്ക് ഉയർത്തുവാൻ തിരുമനസ്സായ അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു. അഗതികൾക്കും അനാഥർക്കും രോഗികൾക്കും ഇടയിൽ ക്രിസ്തുവിന്റെ കുരിശിലെ സ്നേഹം സാക്ഷാത്കരിച്ച അമ്മയെ ലോകത്താൽ വലയുന്നവർക്ക് ദിവ്യലേപനമായും അനാഥർക്ക് അമ്മയായും ആശ്രയമറ്റവർക്ക് സങ്കേതമായും ദുഃഖിതർക്ക് സമാശ്വാസമായും പീഡിതർക്ക് രക്ഷയായും രൂപാന്തരപ്പെടുത്തിയ ദൈവമേ, അമ്മയുടെ വിലയേറിയ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ
ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ എന്ന് അദ്ദേഹത്തിൻ്റെ അഗാധതയിൽ നിന്ന് ഏറ്റവും വലിയ ശരണത്തോടും എളിമയോടും കൂടെ നീയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹസ്വരൂപന ദൈവത്തിൻ ദാസി, സ്വർഗത്തിൽ വാഴും തെരേസ, പാവന പാദം വണങ്ങുന്നു മോദാൻ, പാവങ്ങൾ ഞങ്ങൾ മാനവ മക്കളിൽ യേശുവെ ദർശിച്ച മാറോടു ചേർത്തമ്മായെന്നും കരുണതൻ സന്ദേശം മാനവർക്കേകി കരുണാവാരിധി അമ്മായെന്നും കരുണാവാരിധി എന്നും സ്വാർത്ഥലാപേക്ഷൈ നേർവഴി വിട്ടോരി മക്കൾ തൻ പാതയിലെങ്ങും നിൻ സ്നേഹദീപം തെളിക്കാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ എന്നും. അമ്മേ, ശക്തി നൽകണമേ എന്നും. സ്നേഹസ്വരൂപന ദൈവത്തിൻ ദാസി, സ്വർഗത്തിൽ വാഴും തെരേസ, പാവന പാദം വണങ്ങുന്നു